Okay, so good evening students. അപ്പോൾ നിങ്ങൾ ഈ ഒരു പിക്കിന്റെ പുറകിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണാം. നമ്മുടെ SSLCയുടെ മോഡൽ എക്സാം ടൈം ടേബിൾ ഈ വർഷത്തെ വന്നിട്ടുണ്ട്. എന്നാ നോക്കിക്കേ, ഡേറ്റ് ഫെബ്രുവരി 19. അതായത് നമ്മുടെ അടുത്ത മാസം ഇനി ജസ്റ്റ് ഒരു 20-28 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ എക്സാമിനായിട്ട്. അപ്പോൾ എക്സാമിൻ്റെ ടൈം ടേബിൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്കൂളുകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, നമ്മളൊരു അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ടൈം ടേബിൾ ഈ ഒരു വീഡിയോ ഇവിടെ ഇറക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, 19-ാം തീയതി തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നു, 23-ാം തീയതി വെള്ളിയാഴ്ച അവസാനിക്കുന്നു. ജസ്റ്റ് ഒരു ദിവസം പോലും നമുക്ക് ഗ്യാപ്പില്ല. ഓക്കെ, ഒരു ദിവസം പോലും ഗ്യാപ്പില്ല. ഒരു വൈകുന്നേരം, പിറ്റേ ദിവസം രാവിലെ, അതായത് നിങ്ങളൊരു എക്സാം എഴുതി വരുന്നു, വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു, പിറ്റേ ദിവസം രാവിലെ എക്സാം എഴുതുക. ഈ രീതിയിലാണ് എക്സാം ടൈം ടേബിൾ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കി, തിങ്കളാഴ്ച 19-ാം തീയതി നിങ്ങൾക്ക് ഫസ്റ്റ് ലാംഗ്വേജ്, അതായത് കേരള പടാവലി, അടിസ്ഥാന പടാവലി, മലയാളം. അപ്പോൾ നിങ്ങൾക്ക് അത് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും. പക്ഷെ എളുപ്പമാണെന്ന് കരുതി ചുമ്മാ തലങ്ങും പോയിരുന്ന് എഴുതരുത്. കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ആൻസേഴ്സ്, പോർഷൻസ് എല്ലാം കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം എക്സാം എഴുതുക. ഓക്കെ, സോ അടുത്തത് തൊട്ടടുത്ത ദിവസം നമ്മുടെ ചൊവ്വാഴ്ച 20-ാം തീയതിയാണ് നമുക്ക് അടുത്ത എക്സാം വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി. ഓക്കെ, ഇംഗ്ലീഷ് ഹിന്ദി നമുക്കറിയാം, നമ്മൾ പൊതുവേ കൂടുതൽ എഴുതി വെച്ച് മാർക്ക് മേടിക്കുന്ന സബ്ജക്റ്റുകളാണ് ആദ്യത്തെ 2 ദിവസം. അതുകൊണ്ട് നിങ്ങൾ ടയേർഡ് ആവരുത്. ഓക്കെ, അതാണ് നമ്മൾ പറയാനുള്ള വേറൊരു കാര്യം. ഒരിക്കലും ടയേർഡ്, നിങ്ങൾ സയൻസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ എന്താ പറയുക സിമ്പിളായിട്ട് പോയിരുന്നു എഴുതാൻ നോക്കരുത്. പക്ഷേ കാര്യമായിട്ട് തന്നെ പഠിച്ചോണം, പോയി എഴുതുക. ഓക്കെ, അപ്പോൾ ഈ 2 ദിവസം നിങ്ങൾ രാവിലത്തെ എക്സാം, എല്ലാ എക്സാംസും രാവിലെ തുടങ്ങുന്നത് 9:45-നാണ്. ഓക്കെ, സമയം എടുത്ത് പറഞ്ഞത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ഫുഡെല്ലാം കഴിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോയിരുന്ന് എക്സാം എഴുതാനായിട്ട്. കൃത്യസമയത്ത് ഹാളിലെത്താനൊക്കെ നോക്കുക. 11:30-ക്ക് എക്സാം തീരും. അതുപോലെ തന്നെ ചില എക്സാമുകൾ 12:00-ആയിരിക്കും. 80 മാർക്കിലുള്ളതാണെങ്കിൽ 12:30-ക്കും തീരുന്നുണ്ട്. 60 മാർക്ക് 40 മാർക്കിലുള്ളതൊക്കെ ആണെങ്കിൽ 11:30-ക്ക് തീരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞുള്ളതെല്ലാം 2 മണിക്കാണ്. ഓക്കെ, ഉച്ച കഴിഞ്ഞ എല്ലാം 2 മണിക്കാണ്. 3:45-ന് തീരുന്ന എക്സാമുകളാണ് ഉച്ച കഴിഞ്ഞുള്ളതെല്ലാം. എല്ലാ എക്സാമും 2 മണി മുതൽ 3:45 വരെ, ഏകദേശം 1.25 മണിക്കൂറേ ഉള്ളൂ. 1.25 മണിക്കൂർ മാത്രമേ നമുക്ക് എക്സാം ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ 3-ാം ദിവസം മുതലാണ് നമ്മുടെ സയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സയൻസ് നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു പിക്ക് കണ്ട് നിങ്ങൾ പേടിക്കരുത്. ഫിസിക്സും കെമിസ്ട്രിയും ഒരു ദിവസം ഗ്യാപ്പില്ലാതെ തന്നെയാണ് ഫിസിക്സും കെമിസ്ട്രിയും പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, 9:45-ന് ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, 11:30-ക്ക് തീരുന്നു. ഉച്ചയ്ക്ക് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഓർക്കുക. കെമിസ്ട്രി നിങ്ങളെല്ലാം പിന്നീട് വാരി വലിച്ച് നോക്കരുത്. ഈ സമയത്ത് ഇപ്പം നമുക്ക് ഒരു മാസം അടുക്ക സമയമുണ്ടല്ലോ. 1 മാസം ഇല്ലെങ്കിൽ 1 മാസം ഒന്ന് കൂടിയോ. 1 മാസം സമയത്ത് നിങ്ങൾ ഈ കെമിസ്ട്രിയുടെ മെയിൻ ഇക്വേഷൻസ്, സ്ട്രക്ചേഴ്സ്, ഇതെല്ലാം ഷോർട്ട് നോട്ടായിട്ട് എടുത്ത് വെക്കുക. ഈ ടൈം ഗ്യാപ്പിനുള്ളിൽ നിങ്ങൾ ശരിക്കും SSLC എന്ന് തന്നെ കരുതിയിട്ട് വേണം മോഡൽ എഴുതാൻ. ഇത് മോഡലല്ല, SSLC വരുന്നേ ഉള്ളല്ലോ എന്ന് കരുതരുത്. ഓക്കെ, സോ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ഷോർട്ട് നോട്ട് റെഫർ ചെയ്യാനുള്ള സമയം, അല്ലെങ്കിൽ അത് റിവൈസ് ചെയ്യാനുള്ള സമയം മാത്രമാണ് ഈ 11:30 മുതൽ 2 മണി വരെയുള്ള സമയം. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് നോക്കി. എല്ലാത്തിനും ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ, ബയോളജി, മാത്സ് എല്ലാത്തിനും ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ഇപ്പോഴേ റിവൈസ് ചെയ്ത് കയ്യിൽ വെച്ചോണം. അത് നോക്കാൻ മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്ക് എടുത്തുകൊണ്ട് ഒരിക്കലും ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ പഠിക്കരുത്. ഓക്കെ, സോ ഇവിടെ നോക്കുക, ഫിസിക്സ്, കെമിസ്ട്രി ഒരു ദിവസം തന്നെ. തൊട്ടടുത്ത് വരുന്നത് സോഷ്യൽ സയൻസ് ആൻഡ് ബയോളജി, വ്യാഴാഴ്ച, അതായത് നമ്മുടെ 22-ാം തീയതി. സോഷ്യൽ സയൻസ് ആൻഡ് ബയോളജി നമുക്കറിയാം, ബയോളജി ഫിസിക്സ് കെമിസ്ട്രി പോലെ തന്നെ സയൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബയോളജി എന്ന് പറയുന്നത്. അതുപോലെ സോഷ്യൽ സയൻസ് ഒരുപാട് കണ്ടന്റ് പഠിക്കാനുള്ളതാണ് സോഷ്യൽ സയൻസിന്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം സോഷ്യലിൻ്റെയൊക്കെ നോട്ടുകൾ, പ്രത്യേകിച്ച് ഇയേഴ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഹിസ്റ്ററി ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ ഷോർട്ട് നോട്ട്സിൽ നിങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് വേണം പഠിക്കാനായിട്ട്. എക്സാം തലേദിവസം എല്ലാം നമ്മൾ റിവിഷൻ മാത്രമേ നടത്താവുള്ളൂ. പുതിയൊരു കൺസെപ്റ്റ് പഠിക്കാമെന്നുള്ളൊരു വിചാരം നിങ്ങൾ അത് വെച്ച് പോയി പഠിക്കരുത്. കാരണം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഈ ഒരു മാസം നല്ല രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ടിരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇരുന്ന് കാണാം, ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം, നിങ്ങളുടെ ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്യാം, മറ്റ് ബ്രില്യൻറ്റ് ട്യൂട്ടേഴ്സിനെല്ലാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് പഠിക്കാം. പഠിച്ച് ഈ ഒരു മോഡൽ എക്സാം ടൈമിൽ ഷോർട്ട് നോട്ട്സ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് അത് റിവൈസ് ചെയ്തിട്ട് പോവുക. സോഷ്യൽ സയൻസ് ആൻഡ് ബയോളജി നിങ്ങൾക്ക് വ്യാഴാഴ്ച. ആൻഡ് നമുക്ക് മാത്തമാറ്റിക്സിനാണ് ആകെ കൂടെ ഒരു ദിവസം ഒരു എക്സാം ഉള്ളത്, ഒരേ ഒരു ദിവസം മാത്രമുള്ളത് മാത്തമാറ്റിക്സ് ആണ്. അതും രാവിലെയാണ്. ഉച്ച കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു, പക്ഷേ രാവിലെയാണ്. രാവിലെ 9:45 മുതൽ 12:30 വരെ നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ എക്സാമാണുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ഒരിക്കലും ടൈറ്റ് ഷെഡ്യൂളാണ്, കുറേ പഠിക്കണമല്ലോ എന്നൊന്നും വിചാരിക്കരുത്. സിമ്പിളാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും പഠിച്ചിട്ടുണ്ടാവുമല്ലോ, കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ ഇതുവരെയും പഠിച്ച കാര്യങ്ങൾ അത് നല്ല വൃത്തിക്ക് ഇരുന്ന് കാര്യമായിട്ട് നോക്കുക.
എക്സാം ടോപ്പിക്കുകൾ എക്സാം വരാൻ ചാൻസ് ഉള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായിട്ട് ഇപ്പോഴേ ചെയ്തു പോവുക. ഫിസിക്സ് മാത്സിനെല്ലാം, കെമിസ്ട്രി ബയോളജി ഇതിനെല്ലാം. അതുപോലെ തന്നെ ലാംഗ്വേജ് നിങ്ങളുടെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാം പഠിക്കുമ്പോൾ കൃത്യമായിട്ടും ആ പോയിന്റ്സ് എഴുതേണ്ട രീതികൾ, എസ്സേ ആണെങ്കിൽ എസ്സേ അതൊക്കെ എഴുതേണ്ട രീതികൾ, അതിൻ്റെ സ്ട്രക്ചർ ഇതെല്ലാം വെച്ച് മോഡലായിട്ട് ഓൾറെഡി എഴുതി നോക്കുക. ആൻഡ് ഫൈനലി നിങ്ങൾ എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു മോഡൽ എക്സാം SSLC ആണ് എന്നത് തന്നെ ഉദ്ദേശിച്ച് മനസ്സിൽ എഴുതി നിങ്ങൾ പുറത്തിറങ്ങിയാൽ SSLCക്ക് നിങ്ങളുടെ റിസൾട്ട് മറ്റൊന്നുമല്ല, ഇറ്റ്സ് ഫുൾ A+. ഓക്കെ, അതായത് 100% മാർക്ക്. അത് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നു. ഓക്കെ, കാരണം അതാണ് എല്ലാ വർഷവും നടക്കുക. അതുകൊണ്ടാണ് അത് ഗ്യാരണ്ടി എന്നല്ല, പൊതുവെ അത്രയും നടക്കുകയുള്ളൂ, അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നല്ല വൃത്തിക്ക് ഇരുന്ന് പഠിക്കുക, സ്ട്രെസ് ഒന്നും ആവണ്ട, നന്നായിട്ട് ഫുഡ് കഴിച്ച് നന്നായിട്ട് ഉറങ്ങി നല്ല സമാധാനത്തിൽ പഠിച്ച് എക്സാം എഴുതുക. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സോ ഫുൾ മാർക്ക്, ഫുൾ പെർസെൻറ്റേജ് നിങ്ങൾ സ്കോർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.